നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. പുറത്താക്കലിൽ സന്തോഷം, പക്ഷേ നീതി ലഭിച്ചിട്ടില്ല. ഉത്തരവാദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്ന് നിതിന്റെ പിതാവ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ അധ്യാപകർക്കെതിരെ മാനേജ്മെന്റ് സ്വീകരിച്ച നടപടിയിൽ തൃപ്തിയുണ്ടെങ്കിലും മകന് പൂർണ്ണമായി നീതി ലഭിച്ചിട്ടില്ലെന്ന് നിതിൻ രാജിന്റെ പിതാവ് രാജൻ. കുറ്റാരോപിതനായ അധ്യാപകരെ പുറത്താക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഇവർക്കെതിരെ പോലീസ് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീലേഖ നമ്പ്യാർ, ശ്രീലത, കമൽ, വിനോദ് മോനി തുടങ്ങി നിതിന്റെ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കേവലം സ്ഥാപനത്തിൽ നിന്നുള്ള പുറത്താക്കൽ കൊണ്ട് ഈ അധ്യാപകർ ചെയ്ത ക്രൂരതകൾ ഇല്ലാതാകുന്നില്ല. ഇവരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുകയും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. മകനെ മാനസികമായി തകർത്ത് മരണത്തിലേക്ക് തള്ളിവിട്ടവർ പുറത്ത് സ്വതന്ത്രമായി നടക്കുന്നത് അംഗീകരിക്കാനാവില്ല. അന്വേഷണത്തിൽ ഇനിയും കാലതാമസം വരുത്താതെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ വലയിലാക്കാൻ സർക്കാർ തയ്യാറാകണം. മകന് നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും രാജൻ വ്യക്തമാക്കി. നിതിന്റെ മരണം നമ്മുടെ സമൂഹത്തെ ആപ്പാടെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി എത്രയോ വർഷം കഴിഞ്ഞു. സ്വാതന്ത്ര്യമില്ല എന്നുള്ള സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു സ്വാതന്ത്ര്യമല്ല, അസ്വാതന്ത്ര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സാഹചര്യത്തിൽ അവരേതെങ്കിലും തരത്തിലൊരു അധിക്ഷേപം നേരിടുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് പിന്നോക്കാവസ്ഥയുടെ സൂചനയാണ്. അതിനെതിരെ സമൂഹം ഒന്നായി പ്രതികരിക്കണം. പക്ഷെ ഇന്ന് ഖേദകരം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഈ വീട്ടിൽ വന്ന് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും അവർ വളരെ ദുഃഖത്തിലിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞൊരു കാര്യം, ഇന്ന് ചടങ്ങാണ്, അദ്ദേഹത്തിൻ്റെ സഞ്ചയനമാണ്. അതിനു മുമ്പെങ്കിലും ഈ പ്രതികളെ പിടിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുവരെ പിടിച്ചില്ല എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു സാഹചര്യമാണ്. എല്ലാ കേസിലും നമ്മുടെ കേരള പോലീസ് ചിലപ്പോൾ ഉഴപ്പൊന്ന് കാണാറുണ്ട്. അതുപോലെ ഈ ഉഴപ്പ് അല്ലെങ്കിൽ ആ ഒരു ജാഗ്രത കുറവ് ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത് അടിയന്തരമായി സർക്കാർ അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. പോലീസ് തീരുമാനമെടുക്കണം. അവർ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലും വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം, നീതി ലഭിച്ചിട്ടില്ല. നീതി ലഭിക്കുന്നവരെ കേരള സമൂഹം കാണണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഇത് സാർവത്രികമായി കാണുന്ന ചില സംഭവങ്ങളാണിത്. പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഈ വിഷയം ഉണ്ടായതിനു ശേഷം, ഈ നിതിൻ രാജിൻ്റെ മരണത്തിന് ശേഷം ഒരു ഊർജിതമായ നടപടിയിലേക്ക്, അവർക്ക് നീതി ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു ഊർജിതമായ നടപടിയിലേക്ക് പോലീസും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഒക്കെ നീങ്ങുന്നില്ല എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡറാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കുടുംബത്തിന് ഗവൺമെൻറ് 1 കോടി രൂപ അടിയന്തരമായി നൽകണമെന്നും കൂടി CSDS സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അവനെ പുറത്താക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നിതിൻ രാജിൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ആദ്യത്തെ ആശ്വാസ വാക്കാണിത്. കേരളം ഇന്ന് അങ്ങോളം ഇങ്ങോളം പല സംഘടനകളും ധർണകളും പിക്കറ്റിങ്ങുകളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയാണെങ്കിലും ഇന്നുവരെയും ഇതുപോലുള്ള ഒരു നടപടി ആരും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മറ്റുള്ള പ്രക്ഷോഭങ്ങളുടെയും ധർണകളുടെയും എല്ലാത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് റാമിനെ പുറത്താക്കിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ അതുകൊണ്ട് ഇതിന് നീതി ലഭിക്കില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വൻകരങ്ങളാണ്. അത് കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം എല്ലാ അച്ഛനും അമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും എല്ലാം അറിയാവുന്നതാണ് കാര്യമാണ്. പക്ഷേ അവിടെ ഒരു ശ്രീലേഖ നമ്പ്യാർ, ഒരു വാർഡൻ കമൽ, ഒരു ശ്രീലത, ഒരു പ്രിൻസിപ്പൽ വിനോദ് മോനി, ഇവരെല്ലാം ഒത്തുകളിച്ചാണ് എൻ്റെ മോനെ കൊന്നിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഇവർക്കും ഈ കോളേജിൽ നിന്ന് ഇവരെയും പുറത്താക്കി ഇവർക്കും തക്കതായ ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഒരു അർഹതയില്ല ഇവിടെ അവർക്ക് പഠിപ്പിക്കാനോ വാർഡനായിട്ടിരിക്കാനോ പ്രിൻസിപ്പാളായിട്ടിരിക്കാനോ ഒരു അർഹത. ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്നവൻ ഏതോ പെണ്ണുകേസിലും കണ്ടപ്പെട്ട് തിരിച്ചു വന്നെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ പറ്റുന്നത്. അവൻ എന്ത് യോഗ്യതയാണ് എൻ്റെ മോനെ ഇങ്ങനെ ഹറാസ് ചെയ്ത് സംസാരിക്കുക? കാരണം എനിക്ക് പോലും അവനെ അറിയത്തില്ല. കാരണം 2 മാസത്തിനകമായുള്ള അവൻ അവിടെ വന്നിട്ട് എൻ്റെ മോൻ്റെ ക്ലാസ് 1 വർഷത്തെ ക്ലാസ് തന്നെ തീരാറായി. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ തന്നെ ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ നിതിൻ്റെ രക്ഷാകർത്താക്കൾ ഒന്നും ആരോപണം ഉന്നയിച്ച
പരമനാറുകയാണ് അവൻ. കാരണം അവൻ അങ്ങനെ പറയേണ്ട യാതൊരു യോഗ്യതയില്ല. ഈ അവന്റെ മോനാണ് ഒരു കെട്ടിടത്തിൽ നിന്ന് ചാടി സൂയിസൈഡ് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ ഏത് രീതിയിൽ പ്രതികരിച്ചത്. അപ്പോൾ അവർ മനുഷ്യനല്ല, അവൻ പണവും വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ള സംഘടനകളെന്നോ അല്ലെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ പണവും വാങ്ങിച്ചുകൊണ്ട് നാറിയ പണിയണവനാണ്. അവനെയാണ് ആദ്യം വെളിയിലാക്കേണ്ടത്. അതുപോലെ ഈ ശ്രീലതാമ എന്ന് പറയുന്ന അവർക്കും 2 മക്കളുണ്ട്. ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയറിംഗിന് പഠിക്കണം എന്ന് പറയുന്നത്. അവര് നാറിയ പ്രവൃത്തിയല്ലേ കാണിച്ച. ലോണാപ്പെടുത്ത് അവന്റെ പേരിൽ എന്തൊരു ഇഷ്യൂസ് 29 കോളോ 9 വാട്സാപ്പ് മെസ്സേജുകളോ വന്നെന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞു ഈ രക്ഷാകർത്താവ് പറയുന്ന ഞാൻ ഭരിക്കാനല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് അവന്റെ കാര്യങ്ങൾ നോക്കാനാണ്. അങ്ങനെ ഉണ്ട് എന്നെ വിളിച്ചറിയിക്കണം. എന്നെ വിളിച്ചറിയിച്ചിട്ട് ശക്തമായി പറയണം, എനിക്ക് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, നിങ്ങളുടെ ലോണോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കണമെന്ന് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഇതെല്ലാം ഗുരുതരമായ വീഴ്ചകളാണ് അവിടെ പറ്റിയിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്കും ഇത് സങ്കല്പിക്കാൻ പറ്റില്ല. ഇവരൊക്കെ എൻ്റെ കൈ കിട്ടിയെന്നെങ്കിലേ ഞാനൊന്ന് ഇവിടെ ക്രിമിനൽ കുറ്റവാളിയോ മറ്റൊന്നുമല്ല, സാധാരണ ഇവിടെ എല്ലാം തിരക്കില്ല, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മാന്യനായ ഒരു അച്ഛനാണ്. പക്ഷെ എൻ്റെ കൈ കിട്ടിയെന്നെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്തു കളഞ്ഞത്. കാരണം അത്രയും രോക്ഷമാണ് എനിക്ക്. ഇവരൊക്കെ എന്ത് ഇതിലാണ് ഇവർ ആ കോളേജിലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത്, എന്ത് ഫെസിലിറ്റീസിലാണ് അവിടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇവര് ഈ കാണിക്കുന്ന തെമ്മാടിത്തത്തിനെതിരെ കേരളം മൊത്തത്തിൽ പ്രതികരിക്കണം. വിദ്യാർത്ഥികൾ അവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ ഒക്കെ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട്. അവരുടെ എല്ലാവരും ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ആരും ഇന്റേൺഷിപ്പിൽ മാർക്കൊന്നും അവന്മാർ കുറയ്ക്കില്ല. ആരെയും താഴെ സെല്ലാറിലോട്ട് കൂട്ടൊന്നുമില്ല. ഒരു റാം പോയാൽ മറ്റൊരുത്തം വരും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേസ്. വിദ്യാർത്ഥികളെ നിങ്ങൾ വീണ്ടും നിതിൻ രാജിന്റെ കൂടെ തന്നെ നിൽക്കണം. സമരങ്ങൾ ശക്തമാക്കണം, സംഘടിപ്പിക്കണം. മറ്റുള്ളവരെ ഇതിന്റെ മുന്നിൽ നിന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഒരു രോഹിത് വെമുലയോ നിറത്തിന്റെ പേരിൽ ഹോമിക്കപ്പെട്ട, പിന്നെ റാഗിങ്ങിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സിദ്ധാർത്ഥ ഇനി കേരളത്തിൽ ഉണ്ടാവരുത്. അതുപോലെ എൻ്റെ മോന് നേരിട്ട് അവമാനം ഇപ്പോൾ അവർ ആപ്പിലൂടെയും മറ്റുള്ള കൃത്രിമമായ വ്യാജ പരാതികളുടെയും മീതേക്ക് അവർ കൂട്ടം ചേർത്ത് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, പല വ്യക്തികളും സംഘടനകളും ഒക്കെ നിതിൻ്റെ അതിന് വേണ്ടി പല സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് എൻ്റെ മോൻ്റെ ജീവിതം ബന്ധാടി അവർക്ക് എൻ്റെ മോനെ തിരിച്ചു തരാൻ പറ്റുമോ? സാമ്പത്തിക സഹായങ്ങളല്ല എനിക്ക് മുഖ്യമായ വിഷയം. എൻ്റെ മുഖ്യമായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൊലവെറിയന്മാരെ നിയമത്തിന് കൊണ്ടുവന്നത്. ഇതിൽ ആരൊക്കെയാണ് ഇടപെട്ട അവരെല്ലാം ശക്തമായി തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന. അത് തീരുന്നേരം ഒരച്ഛന് ജീവിച്ച് കൊതി തീരാത്ത ഒരു മകനുണ്ട്. അവന്റെ ഒരുപാട് ആഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ഇതിൻ്റെ കൂടെ തന്നെ മെയ് 5-ാം തീയതി കിടക്കുന്ന നീറ്റ് അവൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവന്റെ സഹോദരിമാരാണ് ഫീസ് തന്നെ അടച്ചത്. അവൻ എല്ലാം വേണ്ടി അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അച്ഛാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു MBBS സ്റ്റുഡൻ്റായി പുറത്തിറങ്ങും, അത് നിങ്ങൾ നോക്കിക്കോ. അവൻ്റെ ആ ഉത്തരവാദിത്തം പോലും അവൻ്റെ ആ ആഗ്രഹങ്ങൾ പോലും കരിച്ച് ഇല്ലാതാക്കി എറിഞ്ഞുടച്ച ആ കാലവറിയന്മാരെ ഈ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരാതെ എനിക്ക് ഇനിയൊരു ജീവിതമല്ല. ഇന്നത് ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാം. വെള്ളം പാനീയങ്ങളാണ് ഞങ്ങൾ കുടിക്കും. ഇവിടെ കുടിയരോട് ചോദിക്കുക, അമ്മ അപ്പോഴപ്പോഴ ഹോസ്പിറ്റലിലും മറ്റുള്ള മരുന്നുകളും കഴിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഏകദേശം ഒരു 12-1 മണിയാകുമ്പോൾ ഇവിടെ എഴുന്നേറ്റിരിക്കും. എൻ്റെ മോൻ വരണമെന്ന് പറഞ്ഞ് നോക്കി അവൻ്റെ ഡ്രസ്സുകൾ ആർക്ക് കൊടുക്കണം? അവൻ പഠിച്ച ടെസ്റ്റുകളെല്ലാം ഇവിടെ ഉണ്ട്. കെട്ടുകണക്കിനായിരിക്കണം. ഇതിന് എന്തിനു വേണ്ടി ഇത് കെട്ടുകണക്കിന് ലോഡ് കണക്കിന് സാധനങ്ങൾ ഇരിക്കണം. അവൻ്റെ സർട്ടിഫിക്കറ്റുകൾ, പഴയ സർട്ടിഫിക്കറ്റുകൾ, അവൻ്റെ ട്രോഫികൾ, കലോത്സവങ്ങൾക്ക് കിട്ടിയ ട്രോഫികൾ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം ഇതിന് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? അവന്മാർ കൊണ്ടുപോയി പുഴുങ്ങി തിന്നിട്ട് ആ ട്രസ്റ്റ് എല്ലാം കൂടെ അവന്മാർക്ക് എപ്പോഴെങ്കിലും നീക്കുമല്ലോ. പക്ഷേ ഇതൊന്നും കൊണ്ട് ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല. ഒരു റാവിനെ പുറത്താക്കിയുണ്ട്, ബാക്കി ഇതിന്റെ പിന്നിൽ ഏവളൊക്കെ ഉണ്ട്. അവരെല്ലാം ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നേരം ശക്തമായി എന്ത് നടപടികൾക്കും ആരെ കൂടെ ഞങ്ങൾ നിൽക്കും. കാരണം എൻ്റെ മോന്റെ സുരക്ഷയാണ് ഇനി ആവശ്യമെന്ന് മുമ്പ് ഞാൻ വിചാരിച്ചതുപോലെ ഇനി അവന്റെ ഈ കൊലപാതകളെ മുന്നിൽ കൊണ്ടുവന്ന് അവന് എല്ലാവിധമായ നിയമ സംവിധാനങ്ങളും ചെയ്ത് ഇനിയൊരു നിതിൻ രാജി കേരളത്തിൽ ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞു.